മമ്മി ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഈ റോട്ടിൽ കിടക്കണത്, എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞത്. അതിനു മുന്നേയും ഏകദേശം അന്ന് ഞാൻ എക്സൈസിന്റെ ഓഫീസിൽ ഹാജരാവുന്നതിന് മുന്നേ ഒരു പൂളിലേക്കുള്ള ചാട്ടം, അവിടെ നിന്നുള്ള ഓട്ടം, തിരിച്ച് നോർത്ത് സ്റ്റേഷനിലേക്കുള്ള പോക്ക്, അവിടുന്ന് റീഹാബിലേക്കുള്ള യാത്ര, അത് കഴിഞ്ഞ് എക്സൈസിന്റെ നോട്ടീസ്, അവിടെ ചെന്ന് തിരിച്ച് SH തൊടുപുഴ SH റീഹാബിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഞാനും ഡാഡിയും മമ്മിയും ജോകുട്ടനും ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു ഇവര്. അതിനു മുന്നേ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു വഴിക്കും ഇവര് വേറൊരു വഴിക്കും, മാനസികമായിട്ട് ഒന്നാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ജീവിതത്തിൽ ചിട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം നോർത്ത് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം, ആ ചാട്ടത്തിന് ശേഷം ഞാൻ ഇതെല്ലാം നിർത്തി, അല്ലെങ്കിൽ ഇനി അച്ഛനും അമ്മേനെ ഇട്ട് ഓടിപ്പിക്കാൻ വയ്യ, ഇതിന്റെ പേരിൽ അനിയനും കൃഷിയപ്പെടുന്നു. പിന്നീട് റീഹാബിലേക്ക് ചെല്ലുന്നു. ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം വീണ്ടും തിരിച്ചു വരുന്നു നമ്മൾ. അതായത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഷൂട്ടിന് പോകുന്നു, ഒരു ശീലങ്ങളും ഇല്ല. അപ്പോൾ ഇതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നു. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എൻഗേജ്ഡ് ആക്കാനായിട്ടുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്നു, കളിക്കാൻ പോകുന്നു, ഗെയിംസിലേക്ക് കൂടുതലായിട്ട് തിരിഞ്ഞു പോകുന്നു. എൻ്റെ സംസാര ക്ലിയർ അല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ റീഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മീഷ എന്ന് പറയുന്ന പടം റിലീസ് ആവാനുള്ളത്, അതില് ക്ലിയർ അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ റീഡബ് ചെയ്തു. ഏഞ്ചൽ 16 എന്ന് പറഞ്ഞിട്ട് ഡാഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത, സോജൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം, അതിൽ അനിയനെ അഭിനയിക്കുന്നുണ്ട്, അതും റീഡബ് ചെയ്തു. പിന്നെ തേരി മേരി. പല സമയങ്ങളിലും എനിക്കത് ക്ലിയർ അല്ലായ്മ ആളുകൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ കേൾവി, നമ്മൾ കേൾക്കുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. ഞാൻ കുമാരി മുതലാണ് കേട്ടു തുടങ്ങിയത്. കുമാരിയിൽ പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. അതിന് അത്ര വ്യക്തതയെ പാടുള്ളൂ. പക്ഷെ ഇടയിലെവിടെയോ ആ ഒരു എൻ്റെ ധാരണ, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ധാരണയില് ബാക്കി എല്ലാ ക്യാരക്ടറുകളിലും അത് വന്നു തുടങ്ങുകയും പൊതുവെ എൻ്റെ സംസാരം ക്ലിയർ അല്ലാത്തത് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തു. അത് ക്ലിയറായി വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ എന്റെ സംസാരത്തിന് വ്യത്യാസമുണ്ട്. നമ്മള് കുമാരിക്ക് ശേഷം എനിക്കൊന്ന് കുമാരിയിലെ ക്യാരക്ടറിനെ പോലെയാണ് ഇന്റർവ്യൂവിലും പ്രസ് മീറ്റിൽ നിന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിരുന്നില്ല. ഒന്നിന്റെ ഉള്ളില് പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ആ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോ ആ തിരിച്ചറിഞ്ഞ് പെരുമാറി തുടങ്ങിയ സമയത്ത് എൻ്റെ ഡാഡി വളരെ ഹാപ്പി ആയിരുന്നു. അതിന്റെ ഇടയിലാണ് പിന്നാലെ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുകയും അതിന്റെ ഗ്യാപ്പിൽ നമ്മൾ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്ത ഒരു റീഹാബ് ഉണ്ടായിരുന്നു. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ, ഇപ്പൊ റീഹാബ് അഡിക്ഷൻ ആണെന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ അതൊരു മോഡേൺ മെഡിസിനാ, അതിന്റെ കുറച്ച് ക്ലാസ്സസും സെഷൻസും. അപ്പൊ അതിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഇടയിലാണ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി. എനിക്ക് ഈ രാത്രി ഈ വിഡ്രോവൽ സിംറ്റംസിന്റെ ഭാഗമായിട്ടൊന്നും അറിയില്ല, ഇടയ്ക്ക് രാത്രി ഞാൻ എഴുന്നേറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്ന ശീലവും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. കാരണം വേറെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തിരുന്ന സിഗരറ്റ് വലി ആയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് തുടങ്ങിയ ശീലമാണ് ബിസ്ക്കറ്റ് കഴിക്കുക, എന്തെങ്കിലും കഴിക്കുക. അപ്പൊ ഞാൻ ബാക്കിലത്തെ സീറ്റിലൊക്കെ എടുക്കുന്നു. അപ്പൊ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്ക് ഡാഡീൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് കഴിക്കും. ഡാഡി 2-3 പ്രാവശ്യം ബിസ്ക്കറ്റ് വന്നു. പിന്നെ ഞാൻ കണ്ടു നോക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഇടിച്ച് കിടക്കുകയാണ്, ഞാൻ ബാക്കിൽ. അതിനുശേഷം ഡാഡി എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയായിട്ടും. അച്ഛൻ, ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. TV-യിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. അപ്പോ അനിയൻ
ജോ എന്ന് പറയുന്ന വ്യക്തി അവൻ മുന്നിലാണ് ഇരുന്നിരുന്നെന്ന് പറയുന്നു. എനിക്കറിയില്ല ഇതിന്റെ ഇടയിൽ ഞാൻ ഈ റിഹാബിലെ മെഡിസിൻസ് കഴിക്കുന്ന കാരണം നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ശീലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ശീലങ്ങളിൽ നല്ല എന്നെ ഉറക്കാൻ എനിക്ക് മരുന്ന് തരും കറക്റ്റായിട്ട്. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡാഡി വേറെ ആളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും. ജോകൂട്ടന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കും എന്താണ് ഇവൻ ഇങ്ങനെ നടക്കണതൊന്നും പറ്റാത്ത, ഇനി നടന്നു പോയിട്ട് കുഴഞ്ഞു വീഴുകയെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക. കാരണം വണ്ടി അതുമാതിരി തകരാറ് കിടക്കണം. ഞാൻ ഡാഡീനെ വിളിച്ച് ഡാഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവനും പാച്ചും കൂട്ടി ഞങ്ങളെ വാരി കെട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ച്. പിന്നീടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്ന സംഭവം, രാവിലെ എഴുന്നേൽക്കുക, ഫിസിയോ ചെയ്യുക, കൈക്ക് സ്റ്റിച്ച് ഇടുന്നു. സ്റ്റിച്ച് ഞാൻ ഡോക്ടറെ അടുത്ത് സുജയ്നാഥ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറാണ് ചെയ്തത്. ഞാൻ ഡോക്ടറെ അടുത്ത് സ്റ്റിച്ച് എടുക്കാൻ പോയിരുന്നു ഇപ്പൊ 2 ദിവസം മുന്നേ. ഡോക്ടറോട് എനിക്ക് കാണാൻ പറ്റില്ല ഈ സൈഡില ഇവിടെ കാണണ്ട. അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചൊരു 10 സ്റ്റിച്ച് എടുക്കാണ്ടാവില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു 10-30 സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 10-30 സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇതിനു മുന്നേ ഞാൻ ഒരു 9 സ്റ്റിച്ച് ഇട്ടുണ്ട് എനിക്ക്, പണ്ട് അപ്പൻഡിക്സ് വന്നപ്പോ ഈ സൈഡില്. ഡോക്ടർ പറഞ്ഞു ഇത് 9 ഒന്നല്ല 10-30 സ്റ്റിച്ച് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കാണാൻ പറ്റുമോ? അപ്പൊ ഡോക്ടർ ഞാൻ ഫോട്ടോ എടുത്തിട്ടൊന്ന് കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു. അപ്പൊ സ്റ്റാപ്ലറിങ് പണ്ടത്തെ. ഞാൻ ചോദിച്ചു കട്ട് വലിയാണോ എന്ന് ചോദിച്ചു. സ്റ്റിച്ചിങ് എന്റെ ഓർമ്മ കിടത്താൻ പറ്റുമോ? അതൊന്നും വേണ്ടി വരില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ള് സ്റ്റാപ്ലറിങ് ഇങ്ങനെ സ്റ്റാപ്പിൾ ചെയ്യില്ലേ, അതൊന്ന് അടർത്തി എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു വേദന ഉണ്ടാവും? വേദനയൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചില സ്റ്റിച്ചുകൾ വേദന ഉണ്ടാവും. അങ്ങനെ ടിക് 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 ഇടയിൽ ചില സ്റ്റിച്ച് ഒരു ലോക്ക് കൂടുതൽ വീണിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഇടയിൽ കുറച്ച് വേദന എടുക്കും. അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞു. മമ്മിക്ക് ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ചെയ്തിരുന്നു, അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് മാറ്റിയിട്ടു. ഇപ്പൊ ട്രാക്ഷൻ ഇട്ട് കിടക്കുക, ഹിപ്പ് അനങ്ങാതിരിക്കാൻ. ഹിപ്പിന് ചെറിയ ക്രാക്ക് ഉണ്ട്. അനിയന് ചെറിയ. എന്തായാലും ഈ ഒരു തുറന്നു പറച്ചിൽ ഷേം ടോം ചാക്കോയുടെ ജീവിതത്തിൽ വളരെയൊരു വഴിത്തിരിവായി മാറട്ടെ. മരിച്ചുപോയ പിതാവിന് മനസ്സിൽ വിഷമത്തോടു കൂടി പ്രാർത്ഥനകൾ നേരുന്നു. ഷേം ടോം ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഷേം ടോമിൻ്റെ കുടുംബത്തെ വളരെ കാര്യമായി തന്നെ പരിപാലിക്കട്ടെ. അതിനുള്ള ആരോഗ്യവും ആയുസ്സും എല്ലാം ഈശ്വരൻ തരട്ടെ. ഒരുപാട് സന്തോഷം. ഷേം ടോം ഇങ്ങനൊരു തുറന്നു പറച്ചിലും ഈ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അംഗീകരിച്ചു എന്ന് പറയുന്നതിലും ഒരുപാട് സന്തോഷം. ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാവട്ടെ. താങ്ക് യു. നന്ദി, നമസ്കാരം.